അശ്വതി നക്ഷത്രക്കാർക്ക് 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 വിഷുവിന് തലേദിവസം വരെയുള്ള ഒരു വർഷത്തെ വിഷുഫലം ഇനി പറയുന്ന വിധത്തിലാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ഊർജ്ജസ്വലരും ധൈര്യശാലികളും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും മുന്നിട്ടിറങ്ങാനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും. ഈ വിഷുക്കാലം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ പല അനുഭവങ്ങളും നൽകും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും സാധ്യത തെളിയും. സാമ്പത്തികപരമായ സ്ഥിതി മെച്ചമാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾക്ക് സാധ്യത തെളിയും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാനും ഈ സമയം അനുകൂലമാണ്. ചില അവസരങ്ങളിൽ അനാവശ്യമായ ദേഷ്യം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ഷമയും വിവേകവും മുൻനിർത്തി പ്രവർത്തിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാകും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവില്ലി മീഡിയ ഫോളോ ചെയ്യുക. ഭരണി നക്ഷത്രക്കാരുടെ 2025-26 വർഷത്തെ വിഷുഫലമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ധൈര്യശാലികളും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും. സ്വന്തം അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും മുറുകെ പിടിക്കുവാനുള്ള കഴിവും ഏത് കാര്യത്തിലും ഒരു വ്യക്തമായ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സും ഇവർക്കുണ്ടായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഭരണി നക്ഷത്രക്കാർക്കുണ്ട്. 2025 ഏപ്രിൽ 14 ആ ഒരു വിഷു ദിനം മുതൽ 2026 വിഷുവിന് തലേ ദിവസം വരെയുള്ള ഈ ഒരു വർഷക്കാലം ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ അനുഭവങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും. ഈ സമയം തൊഴിൽപരമായും സാമ്പത്തികപരമായും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ ജോലികൾ ലഭിക്കുവാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം പോലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിലൂടെയും ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനത്തിലൂടെയും നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പുതിയ നിക്ഷേപങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. എന്നാൽ എടുത്തുചാട്ടത്തോടെയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുകയും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തുവാൻ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും കൃത്യമായ ഭക്ഷണക്രമവും പാലിക്കുന്നത് ഉത്തമമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം നേടുവാനും സാധിക്കും. യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഈ വർഷം ലഭിച്ചേക്കാം. മൊത്തത്തിൽ ഈ വിഷുക്കാലം ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നതും നല്ല ഫലങ്ങൾ സമ്മാനിക്കുന്നതുമായ ഒരു വർഷമായിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവില്ലി മീഡിയ ഫോളോ ചെയ്യുക. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 വിഷുവിന് തലേ ദിവസം വരെയുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ വിഷുഫലം ഇനി പറയുന്ന തരത്തിലാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ധൈര്യശാലികളും നേതൃത്വ ഗുണമുള്ളവരും തൻ്റേടികളുമായിരിക്കും. സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാനും മറ്റുള്ളവരെ നയിക്കുവാനുമുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായിട്ട് ഉണ്ടായിരിക്കും. ഈ ഒരു വിഷുക്കാലം കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം പോലുള്ള അംഗീകാരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടും. പുതിയ നിക്ഷേപങ്ങൾ നടത്താനും അതുവഴി നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ സമയം അനുകൂലമാണ്. കുടുംബ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകുന്നത് നല്ലതാണ്. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുകയും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുകയും നിങ്ങൾ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പരീക്ഷകളിൽ വിജയിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് വലിയ പ്രതിസന്ധികൾ
ഈ ഒരു വർഷക്കാലം ഉണ്ടാവുകയില്ല. എങ്കിലും ശ്രദ്ധയും കഠിനാധ്വാനവും എല്ലാ കാര്യത്തിലും വിജയം നേടുവാൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും കലയിലും സൗന്ദര്യത്തിലും താല്പര്യമുള്ളവരും സ്ഥിരതയും വളർച്ചയും ആഗ്രഹിക്കുന്നവരുമായിരിക്കും. ഇവർ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കും വികാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവരും സ്നേഹബന്ധങ്ങളിൽ ആഴം ആഗ്രഹിക്കുന്നവരുമായിരിക്കും. 2025 ഏപ്രിൽ 14 മുതൽ 2026 വിഷുവിന് ആ ഒരു തലേ ദിവസം വരെയുള്ള ഈ ഒരു വർഷക്കാലം രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഈ സമയം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നത് നല്ലതാണ്. അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ ശ്രമിക്കുക. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും കൃത്യമായ ഭക്ഷണക്രമവും പാലിക്കുന്നത് ഉത്തമമാണ്. ഈ വർഷം യാത്രകൾക്ക് സാധ്യതയുണ്ട്. പുതിയ ആളുകളുമായി സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും. മൊത്തത്തിൽ ഈ വർഷം നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും പാഠങ്ങളും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള കാലഘട്ടത്തിലെ മകയിരം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ സ്ഥിരബുദ്ധിയുള്ളവരും കാര്യങ്ങളെ നന്നായി ഗ്രഹിക്കാൻ ശേഷിയുള്ളവരുമായിരിക്കും. സൗന്ദര്യബോധവും കലാപരമായ താല്പര്യങ്ങളും ഇവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഈ വിഷുക്കാലം മകയിരം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ പല അനുഭവങ്ങളും സമ്മാനിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നത് നേട്ടങ്ങൾക്ക് കാരണമാകും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് അനുകൂലമായ സമയമാണ്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ഈ വർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ പുലർത്തുന്നത് ഉത്തമം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം നേടാനും സാധിക്കും. യാത്രകൾക്കും സാധ്യതയുണ്ട്. അത് സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകും. ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് വലിയ പ്രതിസന്ധികളൊന്നും ഈ ഒരു വർഷം ഉണ്ടാകാൻ ഇടയില്ല. എങ്കിലും അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടുന്നതും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ക്ഷമയും വിവേകവും മുൻനിർത്തി പ്രവർത്തിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായി തീരും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2025 വിഷു മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള ഒരു വർഷക്കാലം ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള സമ്പൂർണ്ണ വിഷുഫലത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ബുദ്ധിശക്തിയും കാര്യഗ്രഹണശേഷിയും നേതൃത്വ ഗുണവും ഉള്ളവരായിരിക്കും. തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും ഇവർക്ക് പ്രത്യേകമായ കഴിവ് തന്നെ ഉണ്ടായിരിക്കും. ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും സാധ്യതയുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നത് നേട്ടങ്ങൾക്ക് കാരണമാകും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായി നന്നായി ആലോചിക്കുന്നത് നല്ലതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും കൃത്യമായ ഭക്ഷണവും പാലിക്കുന്നത് ഉത്തമമാണ്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം നേടുവാനും സാധിക്കും.
യാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് സന്തോഷവും നവ്യാനുഭവവും നൽകും. പൊതുവെ ഈ ഒരു വർഷക്കാലം തിരുവാതിര നക്ഷത്രക്കാർക്ക് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. ഉണർന്നം നക്ഷത്രക്കാർ പൊതുവെ നല്ല സ്വഭാവമുള്ളവരും ദയയും സ്നേഹവും ഉള്ളവരുമായിരിക്കും. മറ്റുള്ളവരുമായി എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കുവാനും ഏത് കാര്യവും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കുവാനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള മാനസികാവസ്ഥയും ഇവർക്ക് ഉണ്ടായിരിക്കും. 2025 ഏപ്രിൽ 14 മുതൽ 2026 വിഷുവിന് ആ ഒരു തലേ ദിവസം വരെയുള്ള ഉണർന്നം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വർഷം പൊതുവെ ഉണർന്നം നക്ഷത്രക്കാർക്ക് നല്ല അനുഭവങ്ങളുള്ള ഒരു വർഷമായിരിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കാനോ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനോ ഉള്ള അവസരങ്ങൾ കൈവരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾ പോകാനും പുതിയ ആളുകളുമായി പരിചയപ്പെടുവാനും അവസരം ലഭിക്കും. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുവാനും അവരുടെ സഹായം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ആശ്വാസം ഉണ്ടാകും. പൊതുവെ ഈ വർഷം പുണർന്നം നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വർഷം തന്നെ ആയിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 ആ ഒരു വിഷുവിന് തലേ ദിവസം വരെയുള്ള ഒരു വർഷക്കാലം പൂയം നക്ഷത്രക്കാരുടെ ആ ഒരു വിഷുഫലമാണ് ഇനി മനസ്സിലാക്കുന്നത്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ശാന്തശീലരും സൗമ്യരും വിവേകമതികളുമായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സും ദാനശീലവും ഇവരുടെ മുഖമുദ്രയാണ്. ഈ വിഷുക്കാലം പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു വർഷമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും സാധ്യത തെളിയും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നത് നല്ലതാണ്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കാനും വരുമാനം വർദ്ധിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ വിജയം കാണും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തുന്നത് മാനസികമായ സന്തോഷം നൽകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയും വ്യായാമവും കൃത്യമായ ഭക്ഷണക്രമവും പാലിക്കുന്നത് ഉത്തമമാണ്. ദീർഘകാലമായി അലട്ടിയിരുന്ന ചികിത്സ നടത്തിയിരുന്ന രോഗങ്ങൾ ശമിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗവും ഈ ഒരു വർഷത്തിൽ വന്നു ചേരും. ചില യാത്രകൾക്കും സാധ്യത തെളിയുന്നുണ്ട്. ഈ യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ സന്തോഷവും പ്രയോജനവും ഉണ്ടാകും. ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് വലിയ പ്രതിസന്ധികളൊന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടാകാനിടയില്ല. എങ്കിലും എല്ലാ കാര്യത്തിലും ശ്രദ്ധയും വിവേകവും പുലർത്തുന്നത് കൂടുതൽ സദ്ഫലങ്ങൾ പ്രദാനം ചെയ്യും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള ഒരു വർഷക്കാലത്തെ ആയില്യം നക്ഷത്രക്കാരുടെ ആ ഒരു വിഷുഫലമാണ് ഇനി മനസ്സിലാക്കുന്നത്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുവാനുള്ള കഴിവും ഉള്ളവരായിരിക്കും. തങ്ങളുടെ വാക്ചാതുര്യത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുവാനും കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടായിരിക്കും. ചില സമയങ്ങളിൽ രഹസ്യ സ്വഭാവം കാണിക്കാനും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ വിജയം നേടാനും ഇവർ ശ്രമിക്കാറുണ്ട്. ഈ വിഷുക്കാലം ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ അനുഭവങ്ങൾ നൽകും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും തെളിയുന്നുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ നടത്താനും അതുവഴി ലാഭം നേടാനും ഈ സമയം അനുകൂലമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് ഗുണകരമായി ഭവിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകുന്നത് നല്ലതാണ്. 2025
കർക്കിടകം, ചിങ്ങം മാസങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സമയമായിട്ട് കാണപ്പെടും. ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച നിങ്ങൾക്ക് കൂടുതലായി അനുകൂല ദിവസമായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമയം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഉചിതമാണ്. പൊതുവെ ഈ വർഷം ആയില്യം നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. മകം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ നേതൃത്വ ഗുണമുള്ളവരും ആത്മാഭിമാനികളും പാരമ്പര്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 വിഷുവിന് തലേ ദിവസം വരെയുള്ള ഈ ഒരു വർഷക്കാലം മകം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ അനുഭവങ്ങൾ നൽകുന്ന ഒരു കാലമാണ്. ഈ കാലയളവിൽ തൊഴിൽപരമായും സാമ്പത്തികപരമായും നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ അവസരങ്ങൾ കൈവന്നു ചേരും. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത തെളിയും. കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുനഃസ്ഥാപിക്കുവാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാനും സാധിക്കും. യാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകേണ്ടത് നല്ലതാണ്. ഈ വർഷത്തിലെ ചില മാസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം നിറഞ്ഞതായി അനുഭവപ്പെടും. മെയ്, ഓഗസ്റ്റ്, ഡിസംബർ മാസങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നത് വിജയം കൈവരിക്കുവാൻ സഹായിക്കും. ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ ഒരു തിങ്കളാഴ്ച നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ അനുഭവങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ഈ ദിവസം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുന്നത് ഉചിതമാണ്. മൊത്തത്തിൽ ഈ വിഷുക്കാലം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും കലാപരമായ കഴിവുകളാൽ അനുഗ്രഹീതരുമായിരിക്കും. സന്തോഷത്തിലും വിനോദത്തിലും താല്പര്യമുള്ളവരായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുവാനും സൗഹൃദം സ്ഥാപിക്കുവാനുമുള്ള ഇവരുടെ കഴിവ് ശ്രദ്ധേയമാണ്. ഈ വിഷുക്കാലം അല്ലെങ്കിൽ 2025 ഏപ്രിൽ മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒരു വർഷക്കാലയളവായിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സ്ഥിരോത്സാഹത്തിനും ഫലമുണ്ടാകും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നത് നല്ലതാണ്. അപ്രതീക്ഷിതമായ ചില ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി മനസ്സിലാക്കി സാമ്പത്തികമായ ആസൂത്രണം ചെയ്യുന്നത് ഗുണം ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരാം. മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നത് കരിയറിലെ വളർച്ചയ്ക്ക് സഹായകരമായി തീരും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കാതിരിക്കുക. കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സന്തോഷം ജീവിതത്തിൽ പ്രദാനം ചെയ്യും. ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് തീർക്കുവാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം വന്നുചേരും. ഏകാഗ്രതയോടുകൂടിയുള്ള പരിശ്രമം മികച്ച വിജയം നൽകും. ഈ വർഷം യാത്രകൾക്ക് സാധ്യത തെളിയും. എന്നാൽ യാത്രകളിൽ ശ്രദ്ധയും സുരക്ഷയും ഉറപ്പുവരുത്തുക. ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസങ്ങൾ പ്രധാനമായും വരുന്നത് 2025 ഓഗസ്റ്റ്, നവംബർ, 2026 ഫെബ്രുവരി മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2025 നവംബർ 18 നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായി തീരാൻ സാധ്യതയുണ്ട്. ഈ ദിവസം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ നിങ്ങൾക്ക് സാധിക്കും. ഈ വർഷം നിങ്ങളുടെ ക്ഷമയും വിവേകവും എല്ലാം നിങ്ങളുടെ സർവ്വകാര്യത്തിലും നിങ്ങൾക്ക് തുണയായി മാറുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ സ്ഥിരബുദ്ധിയും കാര്യശേഷിയുള്ളവരുമായിരിക്കും. തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും കഠിന അധ്വാനത്തിലൂടെ വിജയം നേടാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മനസ്സും നേതൃത്വ ഗുണവും ഈ നക്ഷത്രക്കാരുടെ പ്രധാന സ്വഭാവ സവിശേഷതകളിൽ ചിലതാണ്. 2025 ഏപ്രിൽ 14 മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള ഒരു വർഷക്കാലം ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവിൽ സമ്മിശ്ര ഫലങ്ങൾ നിറഞ്ഞ ഒരു സമയമാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനോ ഉള്ള അനുകൂലമായ സമയമാണിത്. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം പോലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം.
കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമത്തിന് പ്രാധാന്യവും നൽകുന്നത് ഉത്തമമാണ്. യാത്രകൾക്ക് സാധ്യത തെളിയുന്നുണ്ട്. ആ യാത്രകൾ കൊണ്ട് ഗുണം ഭവിക്കും. ഈ വർഷത്തിലെ ഭാഗ്യാനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിരിക്കും. ഈ മാസങ്ങളിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും നേട്ടവും പ്രതീക്ഷിക്കാം. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താനും സാധ്യതയുണ്ട്. അതുപോലെ 2025 നവംബർ മാസത്തിലെ ഒരു പ്രത്യേക ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സന്തോഷം നൽകുന്ന ഒരു സംഭവത്തിന് സാധ്യത തെളിയുന്നുണ്ട്. ഈ ദിവസം നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലം നിങ്ങളെ തേടിയെത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം യാഥാർത്ഥ്യമാവുകയോ ചെയ്യും. എന്നിരിക്കലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വരാനും മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളെ വിവേകത്തോടെയും ക്ഷമയോടെയും നേരിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടുന്നത് ജീവിതത്തിൽ ഗുണം ചെയ്യും. ധാർമ്മികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് മാനസികമായ സന്തോഷം നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ സ്ഥിരചിത്തരും കാര്യഗൗരവമുള്ളവരുമായിരിക്കും. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാനുള്ള സഹായ മനസ്ഥിതി ഉള്ളവരുമാണ്. അതിനോടൊപ്പം തന്നെ നേതൃത്വ ഗുണവും നമുക്കിവരിൽ കാണാം. എങ്കിലും ചില സമയങ്ങളിൽ അലസതയും പിടിവാശിയും ഇവർ കാണിക്കാറുണ്ട്. 2025 ഏപ്രിൽ 14 മുതൽ 2026 വിഷുവിന് തലേ ദിവസം വരെയുള്ള അത്തം നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഏകദേശ ഫലം ഇപ്രകാരമാണ്. ഈ വിഷുക്കാലം അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ അനുഭവങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും. തൊഴിൽപരമായും സാമ്പത്തികപരമായും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുകൂലമായ സമയമാണ്. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നല്ല പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത തെളിയുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും വ്യായാമവും പതിവാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യതയും ഉണ്ടാകും. പുതിയ സൗഹൃദ ബന്ധങ്ങൾ ഉടലെടുക്കും. ഭാഗ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുവാൻ സാധ്യതയുള്ള മാസങ്ങളിലൊന്ന് 2025 ഡിസംബർ മാസമാണ്. ഈ മാസത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും ചില അപ്രതീക്ഷിത സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2026 ഫെബ്രുവരിയിലെ ഒരു ഞായറാഴ്ച പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു ദിവസമാകും. പല അനുഭവങ്ങളും ആ ദിവസം നിങ്ങൾക്ക് സമ്മാനിക്കും. ഈ ദിവസം പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും ഉത്തമമായിട്ടുള്ള ദിവസമായി മാറും. എങ്കിലും ചില സമയങ്ങളിൽ അനാവശ്യമായ ചിന്തകളും ഉത്കണ്ഠകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടുന്നത് ഒഴിവാക്കുക. ക്ഷമയും വിവേകവും മുൻനിർത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപൂർണ്ണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതിൽ ശ്രദ്ധാലുക്കളുമായിരിക്കും. നല്ല വാക്ചാതുര്യവും ഏത് കാര്യവും എളുപ്പത്തിൽ ഗ്രഹിക്കുവാൻ കഴിവുള്ളവരുമായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മനസ്സും നേതൃത്വ ഗുണവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. 2025 ഏപ്രിൽ 14 വരുന്ന വിഷു മുതൽ അടുത്ത ഒരു വർഷക്കാലം ചിത്തിര നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും പല കാര്യങ്ങളിലും ഭാഗ്യം അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ ഉയർച്ചകൾക്കും അംഗീകാരങ്ങൾക്കും സാധ്യത തെളിയുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ നേടാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. സാമ്പത്തികപരമായ കാര്യത്തിൽ പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരാനും നിലവിലുള്ള വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകളും തെളിയും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾ പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ പുതിയ സൗഹൃദ ബന്ധങ്ങൾ രൂപപ്പെടുവാനും സാധ്യതയുണ്ട്.
ആരോഗ്യപരമായ കാര്യത്തിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. ഭക്ഷണ ക്രമീകരണങ്ങളിലും വ്യായാമങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കണം. വിദ്യാർത്ഥികളിൽ പഠന മികവുണ്ടാകും. പരീക്ഷാ വിജയം നേടും. മത്സര പരീക്ഷകളിൽ മികച്ച റാങ്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയും തെളിയും. ഈ വർഷം ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കുവാൻ സാധ്യതയുള്ള മാസങ്ങളിലൊന്ന് 2025 ഒക്ടോബർ മാസമാണ്. ആ മാസത്തിൽ നിങ്ങൾക്ക് പല നേട്ടവും സന്തോഷവും അനുഭവങ്ങളും ഉണ്ടാകും. ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2025 നവംബർ 18 നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പല ഗ്രഹങ്ങളുടെയും സ്ഥിതി കൊണ്ട് നിങ്ങൾക്ക് ആ ദിവസം പല തീരുമാനങ്ങളും എടുക്കുവാൻ സാധിക്കും. ആ തീരുമാനങ്ങളൊക്കെ അന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഗുണകരമായി മാറും. പൊതുവെ ഈ ഒരു വിഷുക്കാലം ചിത്ര നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കൂടുതൽ അറിവുകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്ത് വയ്ക്കുക. ചോദ്യ നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യബോധമുള്ളവരും വാക് സാമർഥ്യമുള്ളവരുമായിരിക്കും. നല്ല ചിന്താഗതിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും. മറ്റുള്ളവരുമായി എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കാനും ഇവരെ സഹായിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ പിടിവാശിയും മുൻകോപവും ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 വിഷുവിന് തലേ ദിവസം വരെയുള്ള ഒരു വർഷക്കാലം ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ഈ വിഷുക്കാലം നിങ്ങൾക്ക് കരിയറിൽ പുതിയ ഉയർച്ചകൾക്കും സാമ്പത്തികമായ നേട്ടത്തിനും സാധ്യത തുറന്നു നൽകും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും സ്ഥാനക്കയറ്റം പോലെയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ പ്രയോജനകരമാണ്. ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ലഭിക്കാനും അതുവഴി കൂടുതൽ ലാഭം നേടാനും സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താനും കടബാധ്യതകൾ കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾ പോകാനും ഉല്ലാസകരമായ പരിപാടികളിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും പതിവാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കും. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും സാധ്യതയുണ്ട്. ഈ വർഷത്തിലെ ഒക്ടോബർ നവംബർ മാസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം നിറഞ്ഞതായിരിക്കും. ഈ മാസങ്ങളിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും നവംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസങ്ങളായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് ധനലാഭമോ സന്തോഷകരമായ വാർത്തകളോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വർഷം ചോതി നക്ഷത്രക്കാർക്ക് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളായിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യാം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ സ്ഥിരോത്സാഹികളും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാനുമുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായി ലഭിച്ചിരിക്കും. സൗഹൃദ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ഇവർ മറ്റുള്ളവരെ സഹായിക്കാനും മുന്നിൽ തന്നെ ഉണ്ടാകും. എന്നാൽ ചില സമയങ്ങളിൽ അമിത ദേഷ്യം, പിടിവാശി തുടങ്ങിയവ സ്വഭാവത്തിൽ നിഴലിക്കാറുണ്ട്. 2025 ഏപ്രിൽ 14 വരുന്ന വിഷു മുതൽ അടുത്ത ഒരു വർഷക്കാലം വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാനും പല കാര്യങ്ങളിലും ഭാഗ്യം അനുഭവിക്കുവാനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നുചേരാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം അതുപോലുള്ള അംഗീകാരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. ഭൂമി, വാഹനം തുടങ്ങിയവ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂര യാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യതയും നിലനിൽക്കും. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യത തെളിയുന്നുണ്ട്. ഈ വർഷം പൊതുവെ നിങ്ങൾക്ക് ഭാഗ്യം കൂടുതലായി അനുഭവിക്കുവാൻ സാധ്യതയുള്ള മാസങ്ങളിൽ പ്രധാനമായും വരുന്നത്
2025 ഓഗസ്റ്റ്, നവംബർ, അതുപോലെ 2026 മാർച്ച് മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയേറെയാണ്. പ്രത്യേകിച്ച് 2025 നവംബർ മാസത്തിലെ ഒരു വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസമായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ദിവസം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഉചിതമായ ദിവസമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും വിവേകവും പുലർത്തുന്നത് കൂടുതൽ ഗുണം ചെയ്യും. അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നതും ഒഴിവാക്കുക. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ സ്ഥിരോത്സാഹികളും കാര്യഗൗരവം ഉള്ളവരുമായിരിക്കും. തൻ്റേടികളായിരിക്കും. സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ള ഇവർ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും പതറാതെ കീഴ്പ്പെടുത്തുവാൻ പോകുന്ന മാനസിക അവസ്ഥ ഉള്ളവർ കൂടിയാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും സഹായം നൽകുന്നതിനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ചില സമയങ്ങളിൽ അമിതമായ വിശ്വാസം കാരണം ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചടി വന്നേക്കാം. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 വിഷുവിന് തലേ ദിവസം വരെയുള്ള ഈ ഒരു വിഷു വർഷ കാലയളവിനുള്ളിൽ അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഈശ്വരാധീനം അനുകൂലമായി നിലനിൽക്കുന്നതിനാൽ വലിയ പ്രതിസന്ധികളില്ലാതെ ഈ ഒരു സമയം മുന്നോട്ട് പോകുവാൻ സാധിക്കും. കരിയറിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കുന്നതുകൊണ്ട് തന്നെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നത് നല്ലതാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും വേണം. ഇത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നേട്ടമുണ്ടാകും. പുതിയ വീട് വയ്ക്കാനോ ഉള്ളത് പുതുക്കി പണിയുവാനോ ഉള്ള സാധ്യത ഈ ഒരു വർഷം തെളിയും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും. പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാമെങ്കിലും വലിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പിന്തുടരുന്നത് ഉത്തമമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഇത് സന്തോഷവും ഉന്മേഷവും നൽകും. ഈ വർഷത്തിലെ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി പ്രതീക്ഷിക്കാവുന്ന മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ വിജയപ്രദമായി തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നവംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച വളരെ അനുകൂലമായിരിക്കും. ഈ ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഗുണകരമാകും. എങ്കിലും എല്ലാ ദിവസവും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നത് കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ധൈര്യശാലികളും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രഹിക്കുന്നവരുമാണ്. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും നേതൃത്വ ഗുണത്തിനും ഇവർക്ക് സാധിക്കുന്നതാണ്. എങ്കിലും ചില സമയങ്ങളിൽ മുൻകോപം കാണിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുവാനുമുള്ള ഒരു പ്രവണത ഇവരിൽ കണ്ടുവരുന്നുണ്ട്. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 വിഷുവിന് തലേ ദിവസം വരെയുള്ള ഒരു വർഷക്കാലം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും പല കാര്യങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. സാമ്പത്തികപരമായ കാര്യത്തിൽ പുരോഗതി കാണുവാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരുവാനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം പോലെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ അംഗീകാരം ഈ ഒരു കാലയളവിൽ ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് ഗുണകരമായി ഭവിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുകയും മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ വർഷത്തിലെ ഭാഗ്യം നിറഞ്ഞ മാസങ്ങളിൽ ഒന്ന് മെയ് മാസമായിരിക്കും. ഈ മാസം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കൈവരും. സാമ്പത്തിക ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ ഓഗസ്റ്റ് മാസവും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ്. ഈ മാസത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ജൂൺ 20-ാം തീയതി നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ നൽകിയേക്കാം. ഈ ദിവസം പുതിയ സുഹൃത്തുക്കൾ ലഭിക്കുകയോ
സന്തോഷകരമായ വാർത്തകൾ കേൾക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വർഷം നിങ്ങൾക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളും സന്തോഷങ്ങളും നൽകുന്ന ഒന്നായിരിക്കും. നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്താൽ ഈ വർഷം നിങ്ങൾക്ക് മികച്ചതാക്കുവാൻ സാധിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ധൈര്യശാലികളും തൻ്റെടമുള്ളവരുമായിരിക്കും. കാര്യങ്ങൾ തുറന്നു പറയുന്നതിനും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അന്വേഷിക്കുവാനും താല്പര്യമുണ്ടാകും. എങ്കിലും ചില സമയങ്ങളിൽ മുൻകോപം കാണിക്കാനും എടുത്തുചാടി പ്രവർത്തിക്കുവാനുള്ള പ്രവണത കണ്ടുവരാറുണ്ട്. 2025 ഏപ്രിൽ 14 വരുന്ന വിഷു മുതൽ അടുത്തൊരു വർഷക്കാലം മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രങ്ങളായ ഫലമാണ് കാണുന്നത്. ഈ കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ നിലവിലുള്ളവ വിപുലപ്പെടുത്തുന്നതിനോ ഉള്ള ശ്രമങ്ങൾ വിജയം കാണും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. അപ്രതീക്ഷിതമായ ചില ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യത്തിൽ തികച്ചും ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക. മെയ് ജൂൺ മാസങ്ങൾ ഭാഗ്യം കൂടുതലായി അനുഭവിക്കുവാൻ സാധ്യതയുള്ള മാസങ്ങളാണ്. ഈ സമയത്ത് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താനും പ്രധാന കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജൂൺ മാസത്തിലെ ഒരു വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ദിവസം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഉചിതമാണ്. എന്നിരുന്നാലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായി വരും. ഈ സമയത്ത് തൊഴിൽപരമായും വ്യക്തിപരമായും ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംയമനത്തോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ പ്രതിസന്ധികളെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. ഈ വർഷം പൊതുവെ നിങ്ങൾക്ക് വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും വിജയത്തിലേക്ക് നയിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. പോരാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ധീരരും കാര്യശേഷിയുള്ളവരുമാണ്. നേതൃത്വ ഗുണമുള്ളവരും സൗന്ദര്യബോധവും കലാപരമായ കഴിവുകളും ഇവർക്ക് ഉണ്ടായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാനുള്ള കഴിവും ഇവരുടെ പ്രത്യേകതകളാണ്. 2025 ഏപ്രിൽ 14 വരുന്ന വിഷു മുതൽ അടുത്തൊരു വർഷക്കാലം പോരാടം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും പല കാര്യങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവയ്ക്ക് സാധ്യത തെളിയും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വികസനത്തിനുള്ള സമയമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥ കൈവരും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾ പോകാനും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യപരമായ കാര്യത്തിൽ ശ്രദ്ധയും വ്യായാമവും പതിവാക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഉന്നത വിദ്യാഭ്യാസം നേടാനും സാധ്യത തെളിയും. ഈ വർഷത്തിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ മാസമായി കണക്കാക്കാവുന്നത് 2025 ഡിസംബർ മാസമാണ്. ഈ സമയം നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങളും ഭാഗ്യങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് ഡിസംബർ 20-ാം തീയതി നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ഈ ദിവസം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും ഉത്തമമായ ദിവസമാണ്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. സാമൂഹികപരമായ കാര്യത്തിൽ സജീവമായി പങ്കെടുക്കുവാനും അംഗീകാരം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ വർഷം പൊതുവെ നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ഈ വിധം കഴിവുകൾ പ്രയോജനപ്പെടുത്തി ഈ വർഷം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു വർഷമായി ഈ വർഷം മാറുന്നതാണ്. കൂടുതൽ അറിവുകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ സ്ഥിരോത്സാഹികളും കാര്യഗൗരവമുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും. തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാനും ഇവർക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ പ്രശംസ നേടാനും അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും ഇവരെപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. 2025 ഏപ്രിൽ 14 വരുന്ന വിഷു മുതൽ അടുത്ത ഒരു വർഷക്കാലം ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവെ
അനുകൂലമായ സമയമാണ്. ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ ഉയർച്ചകളും അംഗീകാരങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായി സ്ഥിതി മെച്ചപ്പെടുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 2025 അവസാന മാസങ്ങളിലും 2026 ആദ്യ മാസങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഗുണം ചെയ്യും. ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2026 ജനുവരി മാസത്തിലെ ഒരു തിങ്കളാഴ്ച നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം നിറഞ്ഞ ഒരു ദിവസമായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനും അതിലൂടെ സന്തോഷം കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയും. പൊതുവെ ഈ ഒരു വിഷുക്കാലം ഉത്രാടം നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ. കൂടുതൽ അറിവുകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ബുദ്ധിശാലികളും കാര്യഗ്രഹണ ശേഷിയുള്ളവരും വിനയമുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരാനും സഹായം നൽകാനും ഇവർക്ക് പ്രത്യേക താല്പര്യം തന്നെ ഉണ്ടായിരിക്കും. സ്ഥിരതയും ചിട്ടയായ ജീവിത രീതിയും ഈ നക്ഷത്രക്കാരുടെ പ്രധാന ലക്ഷണങ്ങളാണ്. 2025 ഏപ്രിൽ 14 വരുന്ന ആ ഒരു വിഷു മുതൽ അടുത്ത ഒരു വർഷക്കാലം തിരുവോണം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ജീവിതാനുഭവങ്ങൾ നിറഞ്ഞിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ ഉയർച്ചകളും സാമ്പത്തികപരമായ നേട്ടവും പ്രതീക്ഷിക്കാം. മെയ് ജൂൺ മാസങ്ങളിൽ കാര്യമായ പുരോഗതി ജീവിതത്തിൽ തെളിയും. ഈ സമയം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനോ അനുകൂലമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരദേശ യാത്രയ്ക്ക് സാധ്യതയുണ്ട്. അത് ഗുണകരമായി ഭവിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുകയും മാനസികമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. ഒക്ടോബർ മാസത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വീണ്ടും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഈ ഒരു സമയം. നവംബർ ഡിസംബർ മാസങ്ങളിൽ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരം ഒരുങ്ങും. ഇത് നിങ്ങളുടെ മാനസിക അവസ്ഥയെ മെച്ചപ്പെടുത്തും. 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം. എന്നാൽ നിങ്ങളുടെ സ്ഥിരോത്സാഹത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇതിനെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. മാർച്ച് മാസത്തിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതി സന്തോഷകരമായ അനുഭവങ്ങൾ സമ്മാനിക്കും. ഈ വർഷത്തിലെ ഭാഗ്യം നിറഞ്ഞ മാസമായി കണക്കാക്കാവുന്നത് മെയ് മാസമാണ്. മെയ് മാസത്തിലെ ഒരു വ്യാഴാഴ്ച നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ അനുഭവങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതും ഉചിതമായിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ധൈര്യശാലികളും കാര്യശേഷിയുള്ളവരുമായിരിക്കും. സ്വന്തം അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും മുറുകെ പിടിക്കുവാനുള്ള വാസനയും ഇവർക്ക് കൂടുതലായിരിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനും നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിക്കുവാനും ഇവർക്ക് കഴിയും. എന്നാൽ ചില സമയങ്ങളിൽ പിടിവാശിയും മുൻകോപവും ഇവരുടെ സ്വഭാവത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള അവിട്ടം നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ വർഷം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ പല അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. കരിയറിൽ പുതിയ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ കാണുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിലും ഈ വർഷം നേട്ടങ്ങൾ ഉണ്ടാകാം. പുതിയ നിക്ഷേപങ്ങൾ നടത്താനും അതുവഴി വരുമാനം വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം ഈ വർഷം പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും. പുതിയ സന്തോഷങ്ങൾ അനുഭവിക്കുവാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുകയും
ചിട്ടയായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കുവാൻ സാധ്യതയുള്ള മാസങ്ങളിൽ ഒന്ന് 2025 ഒക്ടോബർ മാസമാണ്. ഈ സമയം നിങ്ങൾക്ക് ധനലാഭം, സന്തോഷകരമായ യാത്രകൾ, സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള അവസരം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2025 നവംബർ 18 നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായി തീരാം. ഈ ദിവസം നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും വിജയിക്കുകയും പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് കാരണമാകുകയും ചെയ്യും. ഈ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം നേടാനും സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുകയും അവരുടെ സഹായം ആവശ്യമുള്ള സമയത്ത് ലഭിക്കുകയും ചെയ്യും. യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇത് ഔദ്യോഗികമായോ വിനോദത്തിനു വേണ്ടിയോ ആകാം. ഈ യാത്രകൾ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും അറിവുകളും സമ്മാനിക്കും. പൊതുവേ ഈ ഒരു വിഷുക്കാലം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. ചതയ നക്ഷത്രക്കാർ പൊതുവെ സ്ഥിരോത്സാഹികളും തൻ്റേടുകളുമായിരിക്കും. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ട് പോകാനുമുള്ള മാനസികാവസ്ഥ ഇവർക്ക് ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും സഹായം നൽകുവാനും ഇവർക്ക് പ്രത്യേകം താല്പര്യം തന്നെ ഉണ്ടായിരിക്കും. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള ഒരു വർഷക്കാലം ചതയം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ അനുഭവങ്ങൾ നൽകും. ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ ഉയർച്ചകളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും പതിവാക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടുവാൻ കഴിയും. ഈ വർഷത്തിലെ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി കാണുന്നത് 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ്. ഈ സമയം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. 2025 നവംബർ 10 നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം കൈവരാനുള്ള സാധ്യത ഏറെയാണ്. ഈ ദിവസം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടമുണ്ടാകും. പൊതുവെ ഈ വർഷം നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുകയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരികയും ചെയ്യുന്നൊരു വർഷം കൂടിയാണ്. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ ഫോളോ ചെയ്യുക. പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ സത്യസന്ധരും ധർമ്മിഷ്ഠരും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരുമായിരിക്കും. നല്ല ചിന്താഗതിയും കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും നേതൃത്വ ഗുണവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. എങ്കിലും ചില സമയങ്ങളിൽ ദേഷ്യം വരാനും പിടിവാശി കാണിക്കാനും സാധ്യതയുണ്ട്. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 വിഷുവിന് തലേ ദിവസം വരെയുള്ള ഈ ഒരു വർഷക്കാലം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഗുണകരമായ അനുഭവങ്ങൾ നൽകുന്നൊരു വർഷമായിരിക്കും. ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യം അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരുവാനും സാധ്യതയുണ്ട്. മുൻപുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ മാറിക്കിട്ടും. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുത്താനോ ഈ ഒരു സമയം അനുകൂലമാണ്. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും നിലവിലുള്ളവ വികസിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കും. ദൂരയാത്രകൾ പോകാനുള്ള സാധ്യതകൾ തെളിയും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും പതിവാക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടാനും സാധ്യതയുണ്ട്. ഈ വർഷം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏത് കാര്യവും ധൈര്യത്തോടെ ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. ഈ വർഷത്തിലെ ഭാഗ്യം നിറഞ്ഞ മാസങ്ങളിൽ ഒന്ന് വരുന്നത് 2025 അവസാന മാസങ്ങളായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. അതുപോലെ 2026 ആദ്യ മാസങ്ങളിലും നിങ്ങൾക്ക് പല നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് മാസത്തിലെ ഒരു തിങ്കളാഴ്ച നിങ്ങൾക്ക് വളരെ
അനുകൂലമായ ദിവസമായി മാറാൻ സാധ്യതയുണ്ട്. ഈ ദിവസം പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും നല്ലതാണ്. പൊതുവെ ഈ വർഷം നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതായി തീരും എന്നുള്ളതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ആയിരവള്ളി മീഡിയ ഫോളോ ചെയ്യുക. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ശാന്തരും സൗമ്യരും സഹാനുഭൂതിയുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഇവരുടെ സ്വഭാവം എല്ലാവർക്കും പ്രിയങ്കരവുമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും ദൈവവിശ്വാസവും ഇവർക്ക് കൂടുതലായിരിക്കും. സ്വന്തം കഴിവുകളിൽ വിശ്വാസം ഉണ്ടാകും. എങ്കിലും എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള ഒരു വർഷക്കാലം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ഈ വർഷം സാമ്പത്തികപരമായ പല നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരും. അതുപോലെ മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും സാധ്യത തെളിയും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും പതിവാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും സാധ്യത തെളിയും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം കൂടുതൽ ലാഭം നേടുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. ഈ വർഷത്തിലെ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുള്ള മാസങ്ങളെന്ന് പറയുന്നത് ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ എന്നിങ്ങനെ മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഈ സമയം കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അതുപോലെ ഒക്ടോബർ മാസത്തിലെ ഒരു വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ഈ ദിവസം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഉത്തമമാണ്. ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തീർച്ചയായും ഫലം ലഭിക്കുന്ന, ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവള്ളി മീഡിയ ഫോളോ ചെയ്യുക. മീനക്കൂറിലെ അവസാന നക്ഷത്രമായ രേവതി ഭംഗിയുള്ളതും സൗമ്യവും സഹാനുഭൂതിയുള്ളതുമായ സ്വഭാവത്താൽ അനുഗ്രഹീതരായ നക്ഷത്രക്കാരാണ്. കലാപരമായ വാസനയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. എങ്കിലും ചില സമയങ്ങളിൽ അലസതയും കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കുന്ന പ്രവണതയും കാണിക്കാറുണ്ട്. 2025 ഏപ്രിൽ 14 വിഷു മുതൽ 2026 വിഷുവിന് തലേ ദിവസം വരെയുള്ള രേവതി നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലം ഇനി പറയുന്ന രീതിയിലാണ്. ഈ വർഷം പൊതുവെ രേവതി നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. കരിയറിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തും. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും. എന്നാൽ അമിത ജോലിഭാരം കാരണം മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികപരമായി ഈ വർഷം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അപ്രതീക്ഷിതമായ ചില ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് മുൻകൂട്ടി ഒരു സാമ്പത്തിക ആസൂത്രണം ചെയ്യുന്നത് നന്നായിരിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടങ്ങൾ ഈ വർഷത്തിൽ നിങ്ങൾക്ക് കൈവന്നു ചേരും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും കൃത്യമായി പിന്തുടരുക. യാത്രാ സാധ്യതകൾ ഈ വർഷം കാണുന്നുണ്ട്. അത് ജോലി സംബന്ധമായോ വിനോദത്തിന് വേണ്ടിയിട്ടോ ആകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. പുതിയ കോഴ്സുകൾ പഠിക്കുവാനും ഉപരിപഠനത്തിനും ഈ വർഷത്തിൽ അവസരമൊരുങ്ങും. ഈ വർഷം ഭാഗ്യം കൂടുതലായി അനുഭവിക്കുവാൻ സാധ്യതയുള്ള മാസങ്ങളിൽ ഒന്ന് 2025 ഡിസംബറാണ്. ഈ മാസത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. അതുപോലെ 2026 ഫെബ്രുവരിയിലെ ഒരു പ്രധാന ദിവസത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. പൊതുവെ ഈ വർഷം കഠിനാധ്വാനത്തിലൂടെയും ശ്രദ്ധയിലൂന്നിയുള്ള ഇടപാടുകളിലൂടെയും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടുതൽ വീഡിയോകൾക്ക് ആയിരവള്ളി മീഡിയ ഫോളോ ചെയ്യുക.